കൂടാതെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്കും കോപ്പർ സൾഫേറ്റ് കാരണമാകുന്നു. ഷാരോണിന്റെ മരണത്തിന് കാരണമായതും ഇവയൊക്കെയാവാം. ഇനിയെങ്കിലും തുരിശ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ്. പിന്നെ എന്നെ സംബന്ധിച്ചാൽ നമുക്ക് അങ്ങനെ വരാറില്ല. നമ്മൾ ഈ തുരിശിന്റെ പ്രയോഗമാണ് കൂടുതൽ ഫാമിലും. നമ്മളെ ബ്ലീച്ചിങ്ങിന് ഞാൻ തുരിശാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതിലൂടെ വരില്ല. അപ്പോൾ ഈ ന്യൂമോണിയ വന്നു കഴിഞ്ഞാലും കോഴിക്കുട്ടികളെ ബ്ലൂഡി ന്യൂമോണിയ വന്നാലും തുരിശ് സ്പ്രേ ചെയ്താൽ അത് നമുക്ക് റിക്കവറായി കിട്ടും. അങ്ങനെ ഈ സുഹൃത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാം സേഫാണെന്നാണ്. ഇങ്ങനെ നൂറുകണക്കിന് ഫാമുകൾ, നൂറുകണക്കിന് മെസ്സേജുമാണ് സുഹൃത്തെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പുകളിലൊക്കെ. ഇതെല്ലാം കൂടി കേൾപ്പിക്കാൻ നമ്മുടെ ഒരു വീഡിയോ മതിയാവില്ല, അത്ര മെസ്സേജുകളാണ്. അപ്പോൾ അത്രയും ടോക്സിസ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കത് വേണോ എന്നുള്ളത്, നമ്മളെ കുഞ്ഞു മക്കൾക്ക് അത് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അവർക്ക് കൊടുക്കുന്ന ചിക്കന് കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു തരത്തിൽ. പിന്നെ മറ്റൊരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ ബ്രൂഡിങ് ന്യൂമോണിയ ഉണ്ടല്ലോ, ഈ ബ്രൂഡിങ് ന്യൂമോണിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല ഉപയോഗങ്ങൾ അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫാം സേഫാണെന്ന്. എത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണിതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാം. ഈ കഠിനമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല വിഷയം, നമ്മൾ കഴിക്കുന്ന പിന്നെ മൃഗമായിക്കോട്ടെ അല്ലെങ്കിൽ പക്ഷികളായിക്കോട്ടെ, അതെന്ത് കഴിക്കുന്നുള്ള നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കും. ഈ ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ ചിക്കൻ എന്ത് കഴിച്ചാലും അതിൻ്റെ പരിമിത ഫലം നമ്മുടെ ശരീരത്തിലോട്ട് വരും. അത് സ്വാഭാവികമല്ലേ? കാരണം എന്താ വെച്ചാൽ ആ ചിക്കൻ ടോക്സിസ് വിഷമാണോ കഴിക്കുന്നതെങ്കിൽ ആ വിഷം നമ്മുടെ ശരീരത്തിലോട്ട് വരും. ആ ചിക്കൻ നല്ലതാണോ കഴിക്കുന്നതെങ്കിൽ ആ നല്ലത് നമ്മുടെ ശരീരത്തിലോട്ട് വരും. അല്ലെങ്കിൽ ഡിസൈനർ മീറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് ബേസിക്കലി അവരെന്താണോ കഴിക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ അവരുടെ ശരീരത്തിലൂടെ നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഈ ഡോക്ടറും പറയുന്നത് അത് തന്നെയാണ്. അതായത് ഗുണമായാലും ദോഷമായാലും നമ്മുടെ ശരീരത്തിലേക്ക് അത് വരുന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതായത് ഈ ചിക്കൻ 45-50 ദിവസം ജീവിച്ചിരിക്കുമ്പോൾ ആ ചിക്കൻ ഇത്രയും ദിവസം മാത്രമേ ടോക്സിക്സ് അകത്തേക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മളോ ലൈഫ് ടൈമല്ല കൊടുക്കുന്നത്. അതും ആഴ്ചയിൽ 3-4 തവണയല്ല നമ്മൾ ചിക്കൻ അകത്താക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ടോക്സിറ്റി നമ്മളകത്തേക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ കിഡ്നിക്കും നമ്മുടെ ഇന്നർ അവയവങ്ങൾക്കൊക്കെ താങ്ങാവുന്നതിലപ്പുറമല്ലേ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ രോഗികളായിട്ട് മാറൂലേ. നമ്മളെ കുഞ്ഞു മക്കളെ കാര്യമാണ്, അവരൊക്കെ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മറ്റെന്ത് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. നമ്മളൊക്കെ ഓടുകയാണ് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ക്യാഷ് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന് നമ്മളതിൻ്റെ പരിമിത ഫലം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. എടുത്തിട്ട് ഫാസിൽ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കേണ്ടത്, ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ കരയിൽ പിടിച്ചിട്ട മീനിനെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണില്ല. മക്കളോർത്തെല്ലാരും സഹായിക്കണം. ഒരു നാട് മുഴുവൻ അവരുടെ കിഡ്നി മാറ്റി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആ സർജറി കഴിഞ്ഞിട്ട് ഇവര് ജീവിതത്തിൽ 30 ലക്ഷം രൂപ ഓപ്പറേഷനും പിന്നീട് അതിന്റെ മറ്റു ചികിത്സയ്ക്ക് അതിനേക്കാൾ ഇരട്ടി ചെലവ് വരുന്ന ഒരു രോഗം, അതായത് വയറിനകത്തുള്ള കുടലൊക്കെ എന്താ പറയാ ദ്രവിച്ചു പോയിട്ട് വയറ്റിലെ കുടല് മുഴുവൻ എടുത്തു മാറ്റി കുടൽ ട്രാൻസ്പ്ലാന്റ് എന്നറിയില്ല. സമയം 3 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ കരള് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കും എന്നറിയില്ല. ഉപ്പാന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന മക്കളാ ഈ 2 മക്കളും. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുട്ടികൾക്ക് എന്താണ് മേടിച്ചു കൊടുക്കേണ്ടതെന്ന്. അവർക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്താണോ അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് അവരത് കഴിക്കും.